ഓ നിന്റെ അടുത്ത് ഞാൻ രാവിലെ എന്താ പറഞ്ഞിട്ട് പോയത്? 11 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. അവളെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. നീ ഉത്തരവാദിത്വം ഏറ്റെടുത്തെന്ന് പറഞ്ഞു. ഒന്നിലധികം പ്രാവശ്യം പറയണ്ടെന്ന് പറഞ്ഞു. അളിയാ, അതെന്താണെന്നറിയാമോ, 2 മാസമായി ഞാൻ പുറകെ നടന്ന ഒരു വസ്തു കച്ചവടം. അപ്പോൾ അവരൊന്ന് അഡ്വാൻസ് കൊടുക്കാൻ വന്നു. ആ സമയത്ത് പിന്നെ ഞാൻ വേണ്ടേ? അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. എങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. അളിയാ, അത് അവരിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് വിളിച്ചു പറഞ്ഞത്. ഈ പൈസ ഇടപാട് നമ്മളില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടല്ലേ ഞാൻ പോയത്. എന്തായാലും ഒരു ഉത്തരവാദിത്വം വേണ്ടടാ. നീ പോകുമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. അത് ഞാൻ പറഞ്ഞല്ലോ, കാര്യം പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു സാഹചര്യമായി. എനിക്ക് അറിയാമായിരുന്നു നിന്നോട്. ഞാൻ ഇവിടുന്ന് പോകാൻ നേരത്ത് ഒന്നുകൂടെ പറഞ്ഞിട്ടാണ് പോയത്. 11 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. കാരണം എനിക്കറിയാം നിന്നെ കൊണ്ടൊരു ഗുണമില്ല, നിന്നെ കൊണ്ടൊരു ഒരു ഉപയോഗമില്ലെന്നുള്ളത്. നീ അത്ര കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യ ആശുപത്രി കാണിച്ചിട്ട് പോകാനായിരുന്നു. ഞാൻ പറയണമെന്ന് നിനക്ക് അറിഞ്ഞൂടാ? നിന്റെ ഭാര്യ നീ പോകാൻ സമ്മതിച്ചാ? നീ എന്നോടാണ് പറഞ്ഞത്. നീ 2-3 പ്രാവശ്യം നീ പറഞ്ഞ കാര്യമില്ല. എന്റെ പെങ്ങളാണ്, എനിക്കറിയാം, നോക്കാന്നല്ല നീ പറഞ്ഞത്. സംഭവം ശരി തന്നെ. സാഹചര്യം എങ്ങനെ ആയി പോയി? ഞാൻ എന്നിട്ട് എന്ത് സാഹചര്യം? ഞാൻ പോയിട്ട് വിളിച്ച് പറഞ്ഞല്ലേ ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുവന്ന്. നിന്റെ സുഹൃത്തിനാണ് വലിയവനെ വരുന്നത്. ഓ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഈ സംഭവം നടന്നപ്പോൾ നീ ഒന്നും വന്ന് അന്വേഷിക്കാത്തത് വലിയ ഇതുള്ളവൻ. നീ പോകാന്ന് പറഞ്ഞോടാണ് ഞാൻ അന്വേഷിക്കാറുന്നത്. ഓ പിന്നെ നീ ഇത്ര വർത്താനം പറഞ്ഞ നീ കോവളത്തല്ലേ പോയത്? കോയമ്പത്തൂരൊന്നും അല്ലല്ലോ. എടാ, കോവളത്ത് പോയിട്ട് ഞാൻ കോവളത്ത് നിൽക്കാനല്ലോ. അവിടുന്ന് ബോട്ടെടുത്ത് നമ്മളെല്ലാം അവിടെ പോയില്ലേ? ബോട്ടെടുത്ത് നിങ്ങൾ മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ ഞാൻ ഇവിടെ നിനക്കെന്താ? നീ അത്ര ഉത്തരവാദിത്തമുള്ള നീ സമയത്ത് വരണം. വെള്ളം അടിച്ച് കുളിച്ച് കൂത്താടി വണ്ടി എടുത്ത് വന്നിട്ട് അവൻ ആളുകളത്ത് ഷോ കാണിക്കണം. എന്തോ പോലീസുകാർക്ക് വെള്ളം അടിച്ചിട്ടാ വണ്ടി ഓടിക്കും. ഞങ്ങളെ പാവപ്പെട്ടവന്മാരാണെങ്കിൽ ഇപ്പൊ പിടിച്ച് അകത്തിട്ടേ. പണക്കാരന്റെ കാര്യമല്ല പറഞ്ഞത്. നീ പിന്നെ നീ വെള്ളം അടിച്ച് ഷോ കാണിക്കില്ലേ? എന്റെ പെങ്ങളാണ്, എനിക്കും തെണ്ണൊക്കെ ഉണ്ട്. നീ തന്നെ ഷോ നീ നിന്റെ കൈ വെച്ചിരുന്ന. ആ പിന്നെ വെള്ളം അടിച്ചാ വയറ്റ് കിടക്കണം കേട്ടാ. ആണുങ്ങൾ ഒരു വാക്കായിരിക്കണം. അല്ലാതെ എന്റെ പറയാനുള്ളത്. എനിക്ക് പല ആവശ്യങ്ങളും ഞാൻ അത് തന്നെ പറഞ്ഞത്. എനിക്കൊരു അത്യാവശ്യം വന്നാൽ ഞാൻ അത് കളഞ്ഞിട്ട് എന്റെ അത്യാവശ്യം എല്ലാം പറഞ്ഞുതരാം. ഞാൻ അവിടെ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞല്ലോ. ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ എന്റെ നിനക്ക് പിന്നെ ഉത്തരവാദിത്തം ഉള്ളവനാണെങ്കിൽ നീ ഇന്ന് പോകരുതായിരുന്നു. നീ ഇവിടെ നിൽക്കണം. നിനക്ക് സാറൊരു പോലീസുകാരനല്ലേ? എന്താ സാറേ ഇത്? ഒരു മാന്യത പെരുമാറുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ നിൽക്കും. വലിയ പ്രയോജനമൊന്നുമില്ല. എന്റെ ക്ലീറ്റസ് തനിക്കൊക്കെ നാണമില്ലോളൂ. സകല അന്തസ് വേണ്ടോളൂ. മകനെ ഒച്ച വെക്കാൻ. ഇവിടെ നിങ്ങളുടെയൊക്കെ ശല്യം കാരണം എന്റെ പെങ്ങളുടെ വീട്ടിലോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ പടയെന്ന് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പടയെന്ന് പറഞ്ഞത് എന്റെ അളിയൻ. അവിടെ സ്വസ്ഥതയില്ല, ഇവിടെ സ്വസ്ഥതയില്ല. നിങ്ങൾക്കറിയോ, ഞാനൊരു നാടകം എഴുതിക്കൊണ്ടിരിക്കുക. ഒരു നാടകത്തിന് ജന്മം നൽകിക്കൊണ്ടിരിക്കുക. എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങളെ നശിപ്പിക്കുന്നത്. ഒരു കാര്യം പറയാം, കൊല്ലത്തെ നാടകം കളിക്കുമ്പോൾ കമ്മിറ്റിയിൽപ്പെട്ട സെക്രട്ടറിയെ കൂമ്പരിച്ചവനാണ് ഈ തമ്പാനൂർ തമ്പരാജ്. പറയാൻ മനസ്സിലായിക്കോ? പെങ്ങളെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അളിയന്മാരോട് പറയാം, തറയാണെങ്കിൽ മഹാതറക. ഞാൻ തറയാണെങ്കിൽ സത്യം ഞാൻ പറയാം, എനിക്ക് ക്ഷമ നശിപ്പിച്ചോണ്ടല്ലോ. പറഞ്ഞേക്കാം ഞാൻ കേട്ടോ. കളക്ടറെ വരെ ഞാൻ നാടൻ പഠിപ്പിച്ചവനാ. അപ്പോഴാ പോലീസ്. ഞാൻ അപ്പുറത്ത് കാണും. നമ്മൾ കണ്ണൊക്കെ കാണണം. നമ്മൾ കണ്ടിരിക്കും കേട്ടോ.